ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ടയുടെ യൂണിക്കോൺ CB യൂണിക്കോൺ എന്ന വണ്ടി ഹെഡ് ഡീകാർബണൈസിങ്ങിന് വേണ്ടിയിട്ട് അയച്ചാണ്. ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ട്രയൽ അടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഹെഡിൻ്റെ ഭാഗത്തു നിന്ന് ഈ ടൈമിങ് ചെയിൻ ചെറുതായിട്ട് ലൂസായിട്ട് അതിൻ്റെ ഒരു ചെറിയ അടിപിടിയും കാണിക്കുന്നുണ്ട് കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് അഡീഷണൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെയിൻ കൂടി ഒന്ന് മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പറയാൻ കാരണം അതിൻ്റെ ടെൻഷനറൊക്കെ മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്ത് തരണം. സിലിണ്ടറും പറഞ്ഞാൽ ടെൻഷനറൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് തരണം. എന്നിട്ടും ചെറിയൊരു ടൈമിങ് ചെയിൻ്റെ ചെറിയൊരു സൗണ്ട് കാണിക്കുന്നുണ്ട്. അത് ആ കൂട്ടത്തിൽ കൂടെ നമുക്കൊന്ന് മാറ്റി വിടാം. പിന്നെ നിലവിൽ ഹെഡ് അഴിക്കുമ്പോൾ നമുക്ക് 1-2 കംപ്ലയിൻസുകളായിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വാൽവ് ലെയ്ത്തിലൊന്ന് കൊടുത്ത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പറയാൻ കാരണം ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡിന് ചെറിയൊരു പ്ലേ ഉണ്ട്. എക്സോസ്റ്റ് വാൽവ് ശരിക്കും പറഞ്ഞാൽ ഇതിന് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് നമ്മൾ. ആ ഷെയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ കംപ്രഷൻ ലീക്കേജ് നമുക്കത് കാണിക്കും. അതില്ലാതിരിക്കാനായിട്ട് വാൽവ് ഗൈഡും കൂടി കൂട്ടത്തിൽ നമ്മൾ മാറ്റേണ്ടതാണ്. വാൽവ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന യൂണിറ്റ് കേട്ടോ. അത് ലെയ്ത്തിൽ കയറ്റിയിട്ടാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക. ഈ വാൽവ് പഴയ വാൽവ് നമുക്കൊന്ന് സീറ്റ് ചെയ്ത് നോക്കാം. കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി പുതിയതൊന്നും കയറും കേട്ടോ. അത് വാൽവ് ഗൈഡ് അടിച്ചതിന് ശേഷം വാൽവ് സീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പായിട്ടല്ല വന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ വാൽവ് തന്നെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വാൽവ് മാറ്റിയിടേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ 2 സൈഡിൽ വന്ന ബെയറിങ്ങുകളും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം അതിനും ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതും നമുക്ക് ലേറ്റ് ചെയ്തെടുക്കാമെന്ന് ഓർക്കണം. പിന്നെ അതിന് പുറമെ വന്നതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പിസ്റ്റൻ്റെ റിങ്സ് മാത്രമായിട്ടൊന്ന് മാറ്റാം. സിലിണ്ടറിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, പക്ഷേ നിലവിൽ കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ റിങ്സ് മാറ്റിയിട്ടാൽ റെഡി നിന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിസ്റ്റൺ ഇതൊക്കെ പഴയ തന്നെ ഉപയോഗിക്കുക. റിങ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ യൂണിറ്റ് കേട്ടോ, ആ വള പോലെ ഉള്ള ഐറ്റം, അതും കൂടി മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ് ഐറ്റംസൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. കൂട്ടത്തിൽ നമുക്ക് ഈ കാർബറേറ്റർ അസംബ്ലിയും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ, ഒറിജിനൽ ഫിൽറ്ററിൻ്റെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കാർബറേറ്ററും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റണം. ബാക്കിയത്തെ ഈ പറഞ്ഞ രീതികൾ ഗ്യാസ്കറ്റൊക്കെ മാറ്റി ഈ പറഞ്ഞ രീതിയിലുള്ള വർക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഇത്ര കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് എത്ര ചിലവ് വരും നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.